നിങ്ങൾ ഏകലവ്യന്റെ കഥ കേട്ടിട്ടുണ്ടോ? മഹാഭാരതത്തിലെ ഒരു പ്രാധാന്യമർഹിക്കുന്ന ഒരു കഥാപാത്രമാണ് ഏകലവ്യൻ. എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതിലേക്ക് ഞാൻ വരാം. എന്തുകൊണ്ട് ഏകലവ്യന്റെ കഥ എന്നതിലേക്ക് ഞാൻ വരാം. ഏകലവ്യൻ ഒരു ഗോത്രവർഗത്തിന്റെ രാജകുമാരനായിരുന്നു. ഹിരണ്യകശിപു എന്ന ട്രൈബൽ നേതാവിന്റെ അല്ലെ രാജാവിന്റെ മകനായിരുന്നു ഏകലവ്യൻ എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്ന കഥകളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ ഏകലവ്യന് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് അമ്പെയ്ത്ത് എന്ന് പറയുന്നത്. അസ്ത്രവിദ്യ, ആർച്ചറി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഏകലവ്യൻ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് ഏകലവ്യന് മനസ്സിലാകുന്ന കാര്യം, ലോകത്ത് ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും സൂപ്പറായിട്ട് അസ്ത്രവിദ്യ അഭ്യസിപ്പിക്കുന്ന ഒരു ഗുരുനാഥൻ എന്ന് പറയുന്നത് ദ്രോണാചാര്യനാണ്. അതായത് നമ്മൾ കൽക്കിക്കകത്തെല്ലാം കണ്ട അശ്വത്ഥാമാവിൻ്റെ അച്ഛൻ. അപ്പം അങ്ങനെ ഏകലവ്യൻ തൻ്റെ ആ ഒരു പാഷന് വേണ്ടി, ഏകലവ്യൻ തൻ്റെ ആ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പഠിക്കാൻ വേണ്ടി ഏറ്റവും കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഗുരുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ആവശ്യം അറിയിച്ചു. ദ്രോണാചാര്യൻ എന്ന് പറയുമ്പോൾ ദ ഗേറ്റ് കീപ്പർ ഓഫ് നോളജ് ആണ്. പക്ഷെ അതിനകത്ത് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ്രോണാചാര്യന്റെ ശിഷ്യ പരമ്പര എന്ന് പറയുന്നത് രാജവാഴ്ചയിലുള്ള ആൾക്കാരാണ്. പാണ്ഡവപുത്രന്മാർ, മെയിൻലി അർജുനൻ. അപ്പം ഏകലവ്യൻ കാര്യം അറിയിക്കുകയും ദ്രോണാചാര്യൻ പറഞ്ഞു, ഞാൻ അസ്ത്രവിദ്യ അഭ്യസിക്കുന്നത് രാജവാഴ്ചയിലുള്ള ആൾക്കാരെ മാത്രമേ ഉള്ളൂ, എനിക്ക് നിന്നെ ഒരിക്കലും അസ്ത്രവിദ്യ അഭ്യസിക്കാൻ പറ്റില്ല, നീ തിരികെ പോകണം എന്ന് പറഞ്ഞു. ഓക്കെ, ഏകലവ്യൻ യാതൊരു വിഷമവും കൂടാതെ ഏകലവ്യൻ തിരിച്ച് കാട്ടിലേക്ക് പോവുകയാണ്. ഇവിടാണ് ഏകലവ്യൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ക്യാരക്ടർ ഞാൻ നേരത്തെ പറഞ്ഞില്ല. എന്തുകൊണ്ട് ഏകലവ്യന്റെ കഥ? ഏകലവ്യൻ കാട്ടിൽ പോയി ഒരു ശില ഉണ്ടാക്കും, മണ്ണുകൊണ്ടോ കല്ലുകൊണ്ടോ ഒരു ശില ഉണ്ടാക്കി. അതാണ് ദ്രോണർ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഏകലവ്യൻ അന്നത്തെ ദിവസം തൊട്ട് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടും വളരെ റിഗറസ് ആയിട്ടും വളരെ കഷ്ടപ്പെട്ടും ആ ശിലയുടെ മുന്നിൽ നിന്ന് ഏകലവ്യൻ അസ്ത്രവിദ്യ അഭ്യസിക്കുകയാണ്. കാലം കുറെ കടന്നുപോയി. ഈ പറയുന്നത് പോലെ ഏകലവ്യൻ വളരെയധികം അസ്ത്രവിദ്യയിൽ കേമനായി. വളരെയധികം എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും നല്ല ആർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകലവ്യനായി മാറുകയാണ്. കാരണം അതുപോലെ അവൻ്റെ പാഷന് വേണ്ടി ഏതറ്റം വരെ പോകാനും അവൻ തയ്യാറായിരുന്നു. അവൻ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയും അതിനുവേണ്ടി അവൻ്റെ ജീവൻ അതിന് ഒഴിഞ്ഞു വെക്കുകയും ചെയ്തു. കാലം ദ്രോണർ എങ്ങനെയോ അറിയുകയാണ് ഏകലവ്യൻ എന്ന് പറയുന്ന ഒരു അമ്പെയ്ത്തുകാരനുണ്ട്, ലോകത്തെ ഏറ്റവും മിടുക്കനായ അമ്പെയ്ത്തുകാരൻ അവനാണെന്ന് അറിയുകയാണ്. അങ്ങനെ ദ്രോണർ അർജുനനും ഒക്കെ ആയിട്ട് ഏകലവ്യനെ കാണാൻ പോവാണ്. കാലം കുറെ കഴിഞ്ഞു പോയത് കൊണ്ട് തന്നെ ദ്രോണർക്ക് ഏകലവ്യന്റെ മുഖം മനസ്സിലായില്ല. ഏകലവ്യനോട് ചോദിച്ചു, നിന്റെ ഗുരു ആരാണ്? നീ വളരെ മിടുക്കനായിട്ട് ഏറ്റവും നല്ല അമ്പെയ്ത്തുകാരൻ നീയാന്ന് തോന്നുന്നു, നിന്റെ ഗുരു ആരാണ്? അപ്പോൾ പറയുന്നു, വളരെയധികം താഴ്മയോടും വിനയത്തോടും ചിരിച്ചുകൊണ്ട് ഏകലവ്യൻ പറയുന്നു, താങ്കളാണ് എൻ്റെ ഗുരു ദ്രോണാചാര്യനാണ്. അപ്പം അർജുനനും ഞെട്ടി, ദ്രോണരും ഞെട്ടി. അതിങ്ങനെ ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. അങ്ങനെ കാട്ടിൽ നിൽക്കുന്ന ശില കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് എൻ്റെ ദ്രോണർ, ഞാൻ പണ്ട് വന്നിട്ടുണ്ട്, താങ്കളൊപ്പം പറഞ്ഞു താങ്കൾക്ക് എന്നെ പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ താങ്കളെ ഒരു ഗുരുവായിട്ട് മനസ്സിൽ കണ്ട് ഞാനൊരു ശിലയുണ്ടാക്കി ഞാൻ അമ്പെയ്ത്ത് തന്നെ പഠിച്ചു. ഇത് കണ്ട് ദ്രോണർ ഞെട്ടിപ്പോവുക തന്നെയാണ് ചെയ്തത്. അർജുനനും ഞെട്ടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തെ ഏറ്റവും നല്ല ഗുരു തൻ്റെ ഗുരുവാണ്. അതുകൊണ്ട് തന്നെ താനായിരിക്കണം ഏറ്റവും നല്ല അമ്പെയ്ത്തുകാരൻ എന്ന് അർജുനനൊരു തോട്ടുണ്ടായിരുന്നു. പക്ഷേ ഏകലവ്യനെ കാണുന്നത് വരെ, ഏകലവ്യനെ കണ്ടുപിടിയപ്പോൾ മനസ്സിലായി ഇവനാണ് ഏറ്റവും നല്ല അമ്പെയ്ത്തുകാരൻ. അങ്ങനെ ഈ പറയുന്ന പോലെ അർജുനനും ഒന്ന് പാനിക്കായി, ദ്രോണരും ഒന്ന് പാനിക്കായി. അപ്പോഴാണ് ദ്രോണർക്ക് പെട്ടെന്ന് ഒരു ഉപായം തോന്നുന്നത്. ദ്രോണർ പറഞ്ഞു, എനിക്ക് ഗുരുദക്ഷിണയായിട്ട് നിന്റെ തള്ളവരൽ തരും, അതും വലത്തെ കയ്യിലെ തള്ളവരൽ. നമുക്കെല്ലാം അറിയാം, അമ്പ് എയ്ത് വിടുമ്പോഴത്തേക്ക് വലത്തെ കയ്യിലെ തമ്പില്ലാതെ തള്ളവരലില്ലാതെ നമുക്ക് അതിൻ്റെ സ്ട്രിങ് വലിക്കാൻ പറ്റത്തില്ല. എന്തിനായിരിക്കും അത് ചോദിച്ചത്? തൻ്റെ ഇഷ്ട ശിഷ്യൻ മികച്ച് നിൽക്കാൻ വേണ്ടി ആ ഗുരു ചെയ്ത ഒരു കാര്യം, തെറ്റോ ശരിയോ സബ്ജക്റ്റീവ്. പക്ഷേ അവിടെയും ഏകലവ്യൻ ഗുരുവിനോടുള്ള സ്നേഹം, ബഹുമാനം കാരണം ഒരു നിസ്സംഗതയും കൂടാതെ, യാതൊരു വിധത്തിലുള്ള ഇതുമില്ലാതെ തൻ്റെ വലത്തെ കയ്യിലെ തള്ളവരിൽ മുറിച്ചങ്ങ് കൊടുക്കുകയാണ്. ഇതാണ് കഥ. എന്തിന് ഞാൻ ഇവിടെ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിവ്, അർഹത, അംഗീകാരം, അധികാരം എല്ലാം ആകൊണ്ട് തുടങ്ങുന്ന വാക്കുകളല്ലേ. ഇതിനകത്ത് അവകാശവും എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഏകലവ്യൻ്റെ കഥ ഒരു പഴയ പുരാണത്തിലെ പൊടി പിടിച്ച് ചെതലേരിച്ച കഥയല്ല. ഇന്നും അത് സംഭവിക്കുന്നുണ്ട്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഏകലവ്യന്മാരുണ്ട്.
ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം പഠിക്കാൻ വേണ്ടി, ഇഷ്ടപ്പെടുന്ന ഒരു അറിവ് നേടാൻ വേണ്ടി, ഇഷ്ടപ്പെടുന്ന ഒരു ജോലിക്ക് വേണ്ടി, സ്വന്തം പാഷന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ പല ദ്രോണാചാര്യന്മാരും, ഏകലവ്യന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ദ്രോണാചാര്യന്മാരും ഉണ്ട്, അർജുനന്മാരും ഉണ്ട്. അങ്ങനാണ് ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത് പോലെ, ചരിത്രം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്നത് പോലെ, ഇന്നിവിടുത്തെ ദ്രോണാചാര്യ അന്നത്തെ ദ്രോണരെ പോലെ തന്നെ ദ റൈറ്റ്ഫുൾ പീപ്പിൾ ഷുഡ് ഓൺലി ബി അലൗഡ് ടു ഗെറ്റ് ആൻഡ് ഗ്യാദർ നോളജ്. അർഹതപ്പെട്ടവർ മാത്രം അറിവ് നേടിയാൽ മതി, അവകാശമുള്ളവർ മാത്രം അറിവ് നേടിയാൽ മതി. ഞാൻ ആദ്യം പറഞ്ഞു ഓർക്കുന്നില്ലേ, അറിവ്, അർഹത, അംഗീകാരം, അധികാരം, അവകാശം. പറഞ്ഞു വരുന്നത് ഈ കാലത്തെ ദ്രോണാചാര്യനെ പറ്റിയാണ്. അർജുനന്മാര് ആരാന്ന് നമുക്കറിയാം. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി രാത്രികൾ പകലാക്കി മെഴുകുതിരിയുടെ രണ്ടറ്റവും കത്തിച്ച് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പഠിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങി ദൃഢനിശ്ചയത്തോടെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ യൂണിവേഴ്സിറ്റികളെ റിസോർട്ട് ചെയ്ത് പഠിക്കുന്ന ഇന്നത്തെ കാലത്തെ ഏകലവ്യന്മാർക്ക് ദ്രോണാചാര്യരായിട്ട് വന്നിരിക്കുന്നത് ഒന്ന് അടുത്ത കാലത്ത് UGC ഇറക്കിയൊരു സർക്കുലറും, മറ്റേത് 2021 ദ നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻ ആക്ട് 2021 എന്ന് പറഞ്ഞൊരു ആക്ട് വന്നായിരുന്നു. ലിറ്ററലി ഈ ആക്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് സേഫ് ഗാർഡിങ് ആൻഡ് പ്രൊമോട്ടിങ് ദ വാല്യൂ ഓഫ് ഹെൽത്ത് ഫീൽഡ് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാണെന്നുള്ളത് നിങ്ങൾ തന്നെ കേട്ടിട്ട് പറയുക. ഇവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ മെയ്ഡ് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ആൻഡ് ഓൺലൈൻ ലേണിംഗ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. അതായത് 2025 ജൂലൈ തൊട്ട് ഈ പറയുന്ന പോലെ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റികളൊന്നും തന്നെ ഇവരുടെ അലൈഡ് ഹെൽത്ത് കെയറിൻ്റെ കീഴിൽ വരുന്ന, അലൈഡ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു അംബ്രല്ല ടീമാണ്. അതിനകത്ത് പല പല സെക്ടേഴ്സ് വരുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് 1 സൈക്കോളജി വരുന്നുണ്ട്, 2 ന്യൂട്രീഷൻ, അങ്ങനത്തെ പല കാര്യങ്ങളും വരുന്നുണ്ട്, കമ്മ്യൂണിറ്റി സർവീസിൻ്റെ പല ഇതും വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ പല പല കോഴ്സുകൾ കമ്പൈൻ ചെയ്യുന്ന ഒരു അംബ്രല്ല ടീമാണ് അലൈഡ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. സൈക്കോളജി വരുന്നതിനകത്ത് ബിഹേവിയറൽ സയൻസിനകത്താണ് സൈക്കോളജി വരുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ ഇനി തൊട്ട് റെഗുലർ ആയിട്ട് മാത്രം പഠിച്ചാൽ മതിയെന്നാണ് ഈ നിയമം പറയുന്നത്. ഇതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇറ്റ് ത്രറ്റൻസ് ദ ആക്സസിബിലിറ്റി. ഒന്നാമത്തെ കാര്യം അതാണ്. കാരണം ഓപ്പൺ മീഡിയം ത്രൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിവ് അർഹതയോടുകൂടി അവകാശത്തോടു കൂടി ആർജിച്ചിരുന്ന പലർക്കും ആക്സസിബിലിറ്റി നഷ്ടപ്പെടുവാണ്. അതുപോലെ തന്നെ ഇക്വാളിറ്റി ആൻഡ് വാല്യൂ ഓഫ് ലൈഫ് എക്സ്പീരിയൻസും ഇതിനകത്തൊരു ഘടകമാണ്. ഇക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവ് എല്ലാവർക്കും അവകാശമുള്ളൊരു കാര്യമാണ്. അത് ഏത് മീഡിയം എന്നുള്ളതിനേക്കാളും അറിവ് എല്ലാവർക്കും അവകാശമുള്ളതാണ്. സയൻറ്റിഫിക് ആയിട്ട് പഠിക്കുന്നില്ല, 2000 മണിക്കൂർ എടുത്ത് പഠിക്കണം എന്നാണ് പറയുന്നത്. ശരി, 2000 മണിക്കൂർ എടുത്ത് പഠിച്ചു. 2000 മണിക്കൂർ എടുത്ത് പഠിക്കുന്നതിനകത്ത് എങ്ങനെയാണ് നിങ്ങൾ സയൻറ്റിഫിക് മൂല്യങ്ങൾ നിർണ്ണയിക്കുന്നത്? റെഗുലറായിട്ട് പഠിച്ച് 2000 മണിക്കൂർ പഠിച്ചിറങ്ങുന്ന ആൾക്കാരെല്ലാം സയൻറ്റിഫിക്കലി നോളജ് ആർജിച്ച ആൾക്കാരാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഈ ആക്ട് കൊണ്ട് ബുദ്ധിമുട്ടുന്നത് വർക്കിംഗ് ക്ലാസ് ആൾക്കാരുണ്ട്, ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്, അതല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ കൂടെ പഠിക്കാനും, അതായത് അവരുടെ ആയ കാലത്ത് അവർക്ക് പഠിക്കാൻ പറ്റിയില്ല, പല കാരണങ്ങളും കൊണ്ട് അവർക്ക് അതിനുള്ള സാധ്യത നിഷേധിക്കുകയും, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ പലതരത്തിലുള്ള സമ്മർദ്ദം മൂലം ഇഷ്ടമില്ലാത്തൊരു കോഴ്സ് ചെയ്യുകയും അതിനെ ചുറ്റിപ്പറ്റിയുള്ളൊരു ജോലിയും ചെയ്യുന്ന ആൾക്കാർക്ക് സെക്കൻഡ് ചാൻസ് ആണ്, അത് നിഷേധിക്കപ്പെടുന്നു. ഹോം മേക്കേഴ്സ് വേറൊരു കാറ്റഗറി. അതായത് ഒരു ഹോം മേക്കർ, അതായത് ഒരു വീട്ടമ്മ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗൃഹനാഥൻ, അവരുടെ സാഹചര്യം മൂലം അവർക്ക് ആ സമയത്ത് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും അവർ ഒരുവിധം ഒന്ന് സ്റ്റേബിൾ കണ്ടീഷനിലാക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ളൊരു കോഴ്സ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് അതിന് യാതൊരു വിധത്തിലുള്ള സ്കോപ്പും ഇല്ല, പോസിബിലിറ്റിയും ഇല്ല, ഇനി തൊട്ട് അഡ്മിഷനും വേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇതുവരെ അതായത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇതുവരെ പഠിച്ചതുമായിട്ടുള്ള ആൾക്കാർക്ക് പോലും അവരുടെ ഭാവി എന്താകും എന്നുള്ളത് അൺസർട്ടനിറ്റിയിലാണ്. പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ, ഇത് വെച്ചൊരു ജോലി ചെയ്യാൻ പറ്റുമോ, ഇത് വെച്ച് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇത് വെച്ച് സെർവ് ചെയ്യാൻ പറ്റുമോ, ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഇതൊന്നും നമുക്കറിയത്തില്ല. ഉള്ള ജോലി വെച്ചിട്ട് ഒരു സെക്കൻഡ് കരിയർ അത് ഇതൊന്നും നമുക്ക് ആരുടെയും നിഷേധിക്കാൻ പറ്റില്ല. ഒരു സെക്കൻഡ് കരിയർ ഓപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർക്കും അവിടെ അവസരം നിഷേധിക്കപ്പെടുകയാണ്. അപ്പം എത്രത്തോളം കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് ഈ ഒരൊറ്റ നിയമം കൊണ്ട് ഇവർ ഈ പറയുന്ന പോലെ സേഫ് ഗാർഡിങ് എന്നുള്ള വാക്കുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? എന്ത് സേഫ് ഗാർഡ് ചെയ്യാനാണ്? മൂന്നാമത്തെ കാര്യം വെച്ചാൽ റെഡ്യൂസസ് ഡൈവേഴ്സിറ്റി.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള സോഷ്യൽ സർക്കംസ്റ്റൻസസ്, സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർ, കൾച്ചറലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർ, പലതരത്തിലുള്ള സോഷ്യൽ സർക്കംസ്റ്റൻസസിൻ്റെയും ഫിനാൻഷ്യൽ സർക്കംസ്റ്റൻസസിൻ്റെയും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം റെഗുലറായിട്ട് പഠിക്കാൻ പറ്റാതിരുന്ന ആൾക്കാർക്കുള്ള ഒരു സെക്കൻഡ് ഹോപ്പാണ് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയുന്നത്. അത് എങ്ങനെ ഇങ്ങനത്തെ ഒരു ആക്ട് കൊണ്ടുവന്ന്, അപരിഷ്കൃതമായ ഒരു ആക്ട് കൊണ്ടുവന്ന് നിർത്തലാക്കാൻ പറ്റും? അത്രയും പേരുടെ അവകാശവും അത്രയും പേരുടെ രണ്ടാമത്തെ ചാൻസുമാണ് തട്ടിത്തെറിപ്പിക്കപ്പെടുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. ഇത് കേൾക്കുമ്പോൾ പലർക്കും ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ വളരെ ആഴത്തിൽ, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്തുമാത്രം ജീർണിച്ചതാണ്, എത്ര നാളായിട്ട്, എത്ര വർഷങ്ങളായിട്ട്, എത്ര നൂറ്റാണ്ടുകളായിട്ട്, എത്ര പതിറ്റാണ്ടുകളായിട്ട് ഇത് ജീർണിച്ചിരിക്കുകയാണെന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണിത്. നമ്മൾ 1 തൊട്ട് 10 വരെ എല്ലാ വിഷയങ്ങളും ജയിക്കണം. എന്തിന് ജയിക്കണം? പൈതഗോറസ് തിയറം വെച്ചിട്ട് എന്താണ് ഒരു കുട്ടി ഇതുവരെ സാധിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും കൈമലർത്തി കാണിക്കും. അതായത് ഒരു സെൻസിബിലിറ്റി ഇല്ലാത്ത ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം, അടിമകളെ ഉണ്ടാക്കുന്ന എഡ്യൂക്കേഷണൽ സിസ്റ്റം. മനു എസ്പിയുടെ ഐവറി ത്രോണിനകത്ത് പറയുന്നുണ്ട്, പണ്ട് ബ്രിട്ടീഷുകാര് അവർക്ക് ക്ലർക്സിനെ ഉണ്ടാക്കാൻ വേണ്ടി, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മെയിൻ മീഡിയം ഇംഗ്ലീഷ് ആക്കി, അവർക്ക് ക്ലർക്സിനെ ഉണ്ടാക്കാൻ വേണ്ടി അവർ പറയുന്ന റൂൾസ് ഫോളോ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതിനെ വീണ്ടും പിരിമുറുക്കുന്ന രീതിയിൽ പുതിയ ഇതുപോലത്തെ നിയമങ്ങളും. 10 ശേഷം 15 വയസ്സ് കഴിഞ്ഞ ഒരു പയ്യൻ അവൻ എന്താകണമെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വീട്ടുകാരും അവൻ്റെ സമൂഹവും പറയുന്നത് ഡോക്ടറാക്, എഞ്ചിനീയർ ആക്, ഇതാക്. ഡോക്ടറും എഞ്ചിനീയറിങ്ങും MBAയും ഒന്നും അല്ലാതെ ഇഷ്ടംപോലെ പല കാര്യങ്ങളുണ്ട്. ഇറ്റ് സോളംലി ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺസ് സ്കിൽ, ടേസ്റ്റ്, കാലിബർ ആൻഡ് ചോയ്സ്. അതിനിവിടെ ഒരു പ്രസക്തിയില്ല. ഇത് തിരിച്ചറിയുന്ന എപ്പോഴാണെന്നറിയാവോ? പേഴ്സണലി എൻ്റെ അനുഭവത്തിൽ നിന്നും എൻ്റെ ചുറ്റുമുള്ള പല ആൾക്കാരും സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ അവർ ലൈഫിൽ ഫേസ് ചെയ്ത ക്രൈസിസ് ആണ്. വീണ്ടും ഞാൻ പറയാം, സൈക്കോളജി, എംപതി എന്ന് പറയുന്നത് സ്ക്രിപ്റ്റഡ് ആയിട്ട് കിട്ടുന്നതല്ല. റെസിലിയൻസ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റഡ് ആയിട്ട് കിട്ടുന്നതല്ല. പലതും സ്ക്രിപ്റ്റഡ് ആയിട്ട് ക്ലാസ് റൂമിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിച്ച് കിട്ടുന്നതല്ല. അവിടെയാണ് ഇതിന്റെ വ്യത്യാസം വരുന്നത്. ജീവിതാനുഭവം കൊണ്ട്, ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് നേടിയെടുക്കുന്ന എംപതി, റെസിലിയൻസ്, കമ്മ്യൂണിറ്റി, അതായത് നമുക്ക് സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി, ഇതൊന്നും 4 ചുവരുകൾക്ക് ഒരിക്കലും കിട്ടില്ല. അതിന് ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി, ആ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ള അനുഭവിച്ച് എനിക്കിത് തിരുത്തണം, എനിക്ക് ആരെങ്കിലും സഹായിക്കണം, എൻ്റെ ചുറ്റുമുള്ള ആരും കഷ്ടപ്പെടരുത്, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഞാൻ സഹായമാകണം എന്നോർത്ത് അതിനെപ്പറ്റി പഠിച്ച് ആ ഒരു ഇത് ഫ്യൂവൽ ചെയ്ത് നമ്മുടെ ഒരാളുടെ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇത് കുഴപ്പമില്ല, ഇത് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. എങ്ങനെ ശരിയാക്കി എടുക്കാൻ പറ്റും? എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരോ ഞാനോ ഇത് ശരിയാക്കിയിട്ടുണ്ട്. ഇന്ന് പക്ഷേ എനിക്കത് നിങ്ങളെ സഹായിക്കാൻ എൻ്റെ കയ്യിൽ എനിക്കതിൻ്റെ ഉതകുന്ന പഠിപ്പുണ്ട്, അറിവുണ്ട്, സയൻറ്റിഫിക്കലി എനിക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, റെഗുലറായിട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ ഇനി അത് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്തെ പഠിച്ചു നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേരന്റൽ സിസ്റ്റം, എഡ്യൂക്കേഷണൽ സിസ്റ്റം, നമ്മുടെ കംപ്ലീറ്റ് സൊസൈറ്റിയുടെ ഔട്ട്ലുക്ക് എല്ലാം മാറ്റണം. അത് മാറ്റുന്ന നിയമങ്ങളും കൂടെ നിങ്ങൾ കൊണ്ടുപോകാം. അതായത് ഒരു കുട്ടിക്ക് അവൻ്റെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയാനുള്ള രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം. പേരൻസിന് അവയർനെസ് ക്യാമ്പയിൻ കൊടുക്കുക. കുട്ടികളെ ഈ പറയുന്ന പോലെ സ്ലേവ്സ് ആക്കാതെ, മീഡിയോക്കർ ആക്കാതെ, അപ്പുറത്തെ വീട്ടിലെ പയ്യന് ഇന്ന് MNCയിൽ ജോലി കിട്ടി, നീയും ചെയ്തോ, അവൻ MBBSനെ പോയി മിടുക്കനായിട്ട് ഡോക്ടറായി നീയും ചെയ്യേ, എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാശ് കിട്ടും, നീയും ചെയ്യും. ഇങ്ങനല്ല. ആ കുട്ടിയുടെ കഴിവ് എന്താന്ന് നോക്കി, കാലിബർ എന്താന്ന് നോക്കി, ടേസ്റ്റ് എന്താന്ന് നോക്കി, അവൻ്റെ അഭിരുചിക്ക് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഇത് ഉണ്ടാക്കണം. സൊസൈറ്റിയുടെ ഔട്ട്ലുക്ക് മാറ്റണം. അത് ഈ പറയുന്ന പോലെ കല്യാണം വീട്ടിൽ പോകുമ്പോൾ, മോനെ നിനക്ക് ജോലിയൊന്നുമില്ല, മോളെ നിനക്ക് ജോലിയൊന്നുമില്ല, മോളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നില്ല, പ്രായത്തിലായില്ല എന്ന് ചോദിക്കുന്നവരെ കൂടെ ഫേസ് ചെയ്യാനുള്ള ഇത് ഉണ്ടാക്കിയതാ. എത്രയോ സ്വപ്നങ്ങൾ മറ്റുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് പൊലിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നാണ് അതിന്റെ വില മനസ്സിലാക്കി പലരും ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ത്രൂ അവരുടെ സ്വപ്നങ്ങൾ കൈവരിക്കാൻ നോക്കുന്നത്. അപ്പോഴും നിങ്ങൾ പറയുന്നത് നടക്കത്തില്ല എന്ന് പറയുന്നത് എന്ത് ന്യായം അതിനകത്തുള്ളത്? ഡിസ്റ്റന്റ് ആയിട്ട് ഇഗ്നോ പോലത്തെ യൂണിവേഴ്സിറ്റികളിൽ ഇഗ്നോ എന്ന് പറയുമ്പോഴത്തേക്ക് ഡിസ്റ്റന്റ് ആണെങ്കിൽ പോലും UGC അംഗീകൃതമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. മാത്രമല്ല കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്ന് ഓർത്ത് നോക്ക്, ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ് പലർക്കും ഇന്നത്തെ കാലത്ത് അറിവ് സ്വായത്തമാക്കാനും അവരുടെ ഒരു സെക്കൻഡ് ചാൻസ്. പാതി ജീവിതം ആരോ പറഞ്ഞ പോലെ ജീവിതം ജീവിച്ചു തീർത്തു.
അടുത്ത പാതിയെങ്കിലും ഞാൻ സ്വപ്നം കാണുന്നത് പോലെ എൻ്റെ കഷ്ടപ്പാടിന് ഫലമുണ്ടായിട്ട് എനിക്ക് ജീവിക്കണം എന്ന് കരുതുന്ന പലരുടെയും ലാസ്റ്റ് റിസോർട്ടാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റികളും ഡിസ്റ്റൻറ്റ് ലേണിങ്ങും. കാരണം നിങ്ങൾ തന്നെ പറ, അതായത് ഒരു ജോലി ചെയ്തുകൊണ്ട്, ഒരു കുടുംബം നോക്കിക്കൊണ്ട്, 2 ഷിഫ്റ്റ് വർക്ക് എടുത്തുകൊണ്ട് ഒരാൾ എങ്ങനെ റെഗുലർ പഠിക്കും? ഓക്കെ, നിങ്ങൾ പറയുന്നത് സയൻറ്റിഫിക്കലി പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി എത്രത്തോളം അറിവ് നേടിയിട്ടുണ്ടെന്നുള്ള സയൻറ്റിഫിക്കലി ആണെന്നുള്ളത് അളക്കാനുള്ള ഒരു മീഡിയം കൊണ്ടുവരണം. പലരും പറയുന്നത് കേട്ടു തട്ടിക്കൂട്ട് സൈക്കോളജിസ്റ്റുകളാണ്, തട്ടിക്കൂട്ട് ഇതാണ്. ഞാൻ അംഗീകരിക്കുന്നു, 2 മാസത്തെയും 3 മാസത്തെയും കോഴ്സുകൾ ചെയ്തിട്ട് പ്രൊഫഷണലി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനത്തെ ആൾക്കാരെ ഒരിക്കലും അങ്ങനത്തെ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കരുത്. പക്ഷേ UGC അംഗീകൃതമായിട്ടുള്ള 3-4 വർഷം എടുത്ത് ഇതിൻ്റെ പിന്നാലെ നടന്ന് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു കരിക്കുലം പഠിച്ച് ഇന്റേൺഷിപ്പും ചെയ്ത് വൈവേം അറ്റൻഡ് ചെയ്ത് റെഗുലറുകാർ ചെയ്യുന്നത് പോലെ തന്നെയാണ്. മേ ബി റെഗുലറുകാരെക്കാളും കൂടുതൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കേഷൻ വാല്യൂ ഇല്ല എന്ന് പറയുന്നതിനകത്ത് എന്തുമാത്രം ശരിയുണ്ടെന്നുള്ളത് ഒന്നുകൂടെ പരിഗണിക്കേണ്ടതാണ്. നിങ്ങൾ പറയുന്നു ഈ പറയുന്നത് പോലെ അറിവ് എന്ന് പറയുന്നത് അർഹതപ്പെട്ടവർക്കാണ്. എന്താണ് നിങ്ങൾ പറയുന്ന അർഹത? 4 ചുമരുകൾക്കുള്ളിൽ ഒരു കോളേജിൽ പോയിരുന്ന് പഠിക്കുന്നതാണോ അർഹത എന്ന് പറയുന്നത്? അല്ലെ അതാണോ അവകാശം എന്ന് പറയുന്നത്? ഞാൻ അവിടെയാണ് പറഞ്ഞത്, ഇന്നും ഏകലവ്യന്മാരുണ്ട്, ഇന്നും ദ്രോണർമാരുണ്ട്, ഇന്നും അർജുനന്മാരുണ്ട്. റെഗുലർ കോളേജിൽ പഠിക്കുന്ന അർജുനന്മാരും UGC അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആക്ട് കൊണ്ടുവന്ന പോലത്തെ ദ്രോണാചാര്യന്മാരും, നിങ്ങൾ ഈ പറയുന്നത് ഞങ്ങളെപ്പോലുള്ള ഏകലവ്യന്മാരെ വളരെയധികം ക്രൂശിക്കുകയും ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഒരു ബീയിങ് എ സൈക്കോളജി സ്റ്റുഡൻറ് ഓഫ് എ ഡിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റി ലൈക്ക് IGNOU, എനിക്ക് പറയാൻ പറ്റും ജീവിതത്തിലുണ്ടായ പല അനുഭവങ്ങളുമാണ് എമ്പതി എന്താന്ന് പഠിപ്പിച്ചത്. നമ്മുടെ മുന്നിൽ വന്ന് പല ബുദ്ധിമുട്ടുകളും തുറന്നു വന്നിട്ട് ഇവരെ ഒന്നും സഹായിക്കാൻ പറ്റാതെ നിസ്സഹായരായി വാക്കുകൾ കൊണ്ട് മാത്രം പിടിച്ചു നിർത്താൻ പഠിച്ചതും അങ്ങനെയൊക്കെ തന്നെയാണ്. എമ്പതി എന്ന് പറയുന്ന പോലത്തെ സാധനം 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് സ്ക്രിപ്റ്റഡ് ആയിട്ട് പഠിച്ചവരല്ല ഞങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടുകാരനും അല്ലെങ്കിൽ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി, റിലേറ്റീവ്, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലഡ് റിലേഷൻസ്, അവരൊക്കെ കടന്നു പോയിട്ടുള്ള ട്രോമകളിലും സ്ട്രെസ്സുകളിലും ഡിപ്രഷനും കണ്ടിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് അനുഭവിച്ചിട്ട് ഇനി ഒരാൾക്ക് ഇതുണ്ടാകരുത് എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് വളരെയധികം കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും 4-5 വർഷം എടുത്ത് ഇതിൻ്റെ പിന്നാലെ നിന്ന് വളരെ വാസ്റ്റായിട്ടുള്ള ഒരു കരിക്കുലം മനസ്സിലാക്കി അത് ഇന്റേൺഷിപ്പിൻ്റെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പോയി അത് കണ്ട് പഠിച്ച് ഷാഡോ ചെയ്ത് അങ്ങനെ ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. അവർക്കൊന്നും അറിവ് നേടാൻ അർഹതയില്ല എന്ന് പറയുന്നതിനകത്ത് എന്ത് തരത്തിലുള്ള ന്യായമാണുള്ളത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും കൊണ്ടുവരുമ്പോഴത്തേക്ക് പറയുന്നത് വളരെ വർണ്ണാഭമായിട്ടുള്ള ആശയങ്ങളാണ്. ചിപ്പ് പിടിപ്പിച്ച് 2000-ന്റെ നോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മുകളിൽ സാറ്റലൈറ്റ് വരെ പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ടീംസ് ഉണ്ട്. ഇവരൊക്കെ റെഗുലർ പഠിച്ച ആൾക്കാരായിരിക്കുമല്ലോ അല്ലേ? അവിടെയാണ് ഈ പറയുന്ന പോലെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ലെക്സിക് ആയിട്ടുള്ള കുട്ടിയുള്ള ഒരു അമ്മ ഇതിനെപ്പറ്റി പഠിച്ച് ഇനി ഒരു കുട്ടിക്കും ഈ പറയുന്ന പോലെ സ്കൂളിൽ പൊട്ടനാണ്, മണ്ടനാണ്, അല്ലെ മണ്ടിയാണ്, പൊട്ടിയാണ്, പഠിച്ചിട്ട് കാര്യമില്ല, ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താ? സ്പെഷ്യലി ഏബിൾ സ്കൂളിൽ കൊണ്ട് ചേർത്തോ. ഇതാണ് നമ്മുടെ വ്യവസ്ഥിതി എന്ന് പറയുന്നത്. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്ത ഒരു അമ്മ സ്വന്തം കുഞ്ഞിന് വേണ്ടി അത് പഠിച്ചിട്ട് ഇനി ഒരു കുഞ്ഞുങ്ങൾക്കും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകരുതേ എന്ന് പറഞ്ഞ് പ്രൊഫഷൻ എടുക്കുന്നുണ്ട്. പക്ഷെ ഒരു കുടുംബിനി എന്നുള്ള നിലയ്ക്ക്, ഒരു ജോലി ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവരെങ്ങനെ റെഗുലർ പഠിക്കും? ഓക്കെ, ഡിവോഴ്സിന്റെ വക്കിൽ വന്ന് നിന്നിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് സൂയിസൈഡൽ തോട്ടിൽ നിന്ന് സ്വയം പുറത്ത് വന്ന് ഇതിനെപ്പറ്റി പഠിക്കണം എന്ന് ആ ഒരു ദൃഢനിശ്ചയത്തിൽ ഇതിനു വേണ്ടി ജോലിയുടെ ഇടയ്ക്ക് പഠിച്ച് ഇനി ഒരാൾക്കും, ഞാൻ ജീവനോടുള്ളപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ഒരാളും അല്ലെ എൻ്റെ അടുത്ത് വരുന്ന ഒരാൾക്ക് പോലും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന ആ ഒരു ഉറപ്പോടുകൂടി ഈ ഒരു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള കോഴ്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാനായിട്ട്, അയാൾക്ക് സയൻറ്റിഫിക്കലി നോളജ് ഇല്ല എന്ന് പറയാനായിട്ട് എന്താണ് ന്യായമുള്ളത്? വാർദ്ധക്യകാലത്ത് സമൂഹത്തിനെ സേവിക്കാൻ വേണ്ടി ഇത് പഠിച്ചിട്ടിറങ്ങിയ പല ആൾക്കാരും ഉണ്ട്. കാരണം സൊസൈറ്റിയെ സേവിക്കുക, അതിനകത്ത് ഒരു സന്തോഷം കണ്ടെത്തുക, കാശല്ല പ്രധാനം, ഇതാണ് പ്രധാനം എന്ന് പറഞ്ഞ് എത്രയോ ആൾക്കാരുണ്ട്. MBBS എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്ത് സീറ്റ് വാങ്ങിച്ച് പഠിച്ച് അതിൻ്റെ ഇരട്ടി കൊയ്യാം എന്ന് പറഞ്ഞ് MBBS എടുക്കുന്ന എത്രയോ ആൾക്കാരെ നിങ്ങൾക്കറിയാം. ഇതാണോ സയൻറ്റിഫിക് സ്റ്റഡി എന്ന് പറയുന്നത്? ഇല്ലേ സയൻറ്റിഫിക് മെഷർമെന്റ് എന്ന് പറയുന്നത്? ഇല്ല ഇതാണോ സയൻസ്?
എവിടെയും ഞാൻ കേട്ടിട്ടുണ്ട് ഈ പറയുന്ന പോലെ ഫിലോസഫിക്ക്, സൈക്കോളജിക്ക് വലിയൊരു ഭാഗം ഫിലോസഫി ഉണ്ട്, അതിനപ്പുറത്തോട്ട് മാത്രമേ സയൻസ് വരുന്നുള്ളൂ. ഡിസ്റ്റൻ്റ് ആയിട്ട് ക്ലിനിക്കൽ അല്ലെ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. സയന്റിഫിക്കലി ദേ ആർ നോട്ട് മെൻ ടു ഡു ദാറ്റ്. അത് MBBS ഒക്കെ പഠിച്ചിറങ്ങി സൈക്യാട്രി പഠിച്ച ആൾക്കാർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. ടോക്കിംഗ്, എമ്പതി, തെറപ്പീസ്, സൈക്കോളജിക്കൽ ടൂൾസ്, ഇതിനകത്ത് ഏറ്റവും ആദ്യം വരുന്നത് ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഒരാളുടെ വേദന തിരിച്ചറിയാൻ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിന്റെ ആ ഒരു വർക്കിംഗ് മനസ്സിലാക്കാൻ സയൻസിനേക്കാളും കൂടുതൽ അതിനകത്തൊരു ആർട്ട് വരുന്നുണ്ട്. ഇറ്റ്സ് എ ഫിലോസഫി ആൻഡ് ഇറ്റ്സ് എ സ്കിൽ. അത് തിരിച്ചറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വേണ്ടത് ഈ പറയുന്നത് പോലെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഈ പറഞ്ഞു വരുന്ന സ്വയം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അനുഭവമുള്ളവർ മാത്രം സൈക്കോളജി എടുക്കണമെന്നല്ല. അത് അത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ട് ഇനി അടുത്തത് എന്ത്, ഒരാളെ എങ്ങനെ നമുക്ക് സെർവ് ചെയ്യാം എന്ന് നോക്കി അതിന് തുനിഞ്ഞ് ഒരു കോഴ്സ് പഠിക്കാൻ ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. സ്വന്തം ജീവിതം പ്രാക്ടിക്കൽ ബേസ് ആക്കി ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ പറയുന്നു 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് റെഗുലർ ആയിട്ട് പഠിച്ചാൽ മാത്രമേ അറിവ് കിട്ടുള്ളൂ. രാമാനുജൻ എന്ന് പറയുന്ന വ്യക്തി കണക്കിന്റെ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിന്റെ ജീനിയസ് ആയിരുന്നു. വൺ ഓഫ് ദ മോസ്റ്റ്, ലോകം കണ്ട തന്നെ സെൽഫ് ടോട്ടാണ്. അതുപോലെ തന്നെ ഡാവിഞ്ചി പല കാര്യങ്ങളും സെൽഫ് ടോട്ടാണ്. അങ്ങനെ ഫാരഡെ ബുക്ക് ബൈൻഡിങ് ഷോപ്പിൽ നിന്നിട്ട് ഇലക്ട്രോമാഗ്നറ്റിസത്തിന്റെ ഫാദർ ആയ ആളാണ്, സെൽഫ് ടോട്ടാണ്. അങ്ങനെ ചരിത്രം മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് പഠിച്ചിറങ്ങിയതിനേക്കാൾ കൂടുതൽ തന്നെത്താൻ പഠിച്ച ആൾക്കാരെ പറ്റി, അവര് ലോകം മാറ്റിയതിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റും. അതിന് നേരെ കണ്ണടയ്ക്കുന്ന ദ്രോണാചാര്യന്മാരും അർജുനന്മാരും മനസ്സിലാക്കുക, അറിവ് ആരുടെയും കുത്തകയല്ല. അത് നിങ്ങൾ കോഴ്സ് റെസ്ട്രിക്ട് ചെയ്താലും ദേ വിൽ ഫൈൻഡ് സം അതർ വേ ടു ഗ്യാദർ ദ നോളജ്. നിങ്ങൾ അന്ന് ദ്രോണർ ചോദിച്ച പോലെ തള്ളവിരൽ ഞങ്ങളോട് ചോദിക്കുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു ആക്ട് കൊണ്ടുവന്നിട്ട് ഡിസ്റ്റന്റുകളുടെ സർട്ടിഫിക്കേഷൻ റദ്ദാക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് തള്ളവിരൽ മുറിച്ചു മാറ്റുകയാണ്. സ്വപ്നം കാണരുതെന്ന് പഠിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയ പോലെ പാതി ജീവിതം വേറെ ആരോ പറഞ്ഞ പോലെ ജീവിച്ചു. പാതി ജീവിതം സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം സ്വപ്നങ്ങൾക്കും വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ സഹായിക്കുന്നതിന് പകരം അവരെ ഈ പറഞ്ഞ ബ്യൂറോക്രാറ്റിക് ലാഡറിൽ നിന്നും ചവിട്ടി താഴെ ഇടുക എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാലോചിച്ച് നോക്കും, നമ്മുടെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞ ഒരു പ്രസിഡന്റ് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ദേശത്ത് നിങ്ങൾ സ്വപ്നം കാണണ്ട, നിങ്ങൾക്ക് അതിനുള്ള അർഹതയില്ല. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ഇല്ല നിങ്ങളൊരു ജോലി ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി രാജിവെച്ചിട്ട് വന്ന് 2 വർഷം പഠിച്ചോ ഇല്ലെങ്കിൽ 3 വർഷം പഠിച്ചോ, നിങ്ങളെ സമ്മതിക്കാം. നിങ്ങൾ ഇത്ര ഫീസ് കെട്ടി വെച്ചിട്ട് പഠിച്ചോ, നിങ്ങൾ സമ്മതിക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് ആ രാജ്യത്തിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്തുമാത്രം ജീർണിച്ചിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ എൻ്റെ ഒപ്പീനിയൻ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയല്ല, ഞാൻ ഒരു ന്യായവാദം ചോദിച്ചതാണ്. ഇതിൽ എന്ത് ന്യായമാണുള്ളത്? 2 മാസമൊക്കെ കോഴ്സ് ചെയ്തിട്ട് തട്ടിക്കൂട്ട് സൈക്കോളജിസ്റ്റുകളുണ്ട് കേട്ടോ, തട്ടിക്കൂട്ട് പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ ഈ പറയുന്നത് പോലെ അങ്ങനത്തെ ആൾക്കാരെ കൂച്ചുവിലം ഇട്ട് പിടിച്ച് അവരെ പ്രാക്ടീസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്, അത് ചെയ്യേണ്ട കാര്യമാണ്. പൈസയ്ക്ക് വേണ്ടി അങ്ങനെ ഈ പറയുന്നത് പോലെ എളുപ്പത്തിൽ പരിപാടി ചെയ്യുക എന്ന് പറയുന്ന പോലെ, എളുപ്പത്തിൽ ക്രിയ ചെയ്യുക എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ആൾക്കാരെ കുച്ചിലും ഇങ്ങോട്ട് പിടിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പക്ഷേ അർഹതപ്പെട്ടവരെ കൂടെ അതിൻ്റെ കൂട്ടത്തിൽ എലിയെ പിടിച്ച് ഇല്ലം ചുട്ട് അതിനകത്തുള്ളവരെ അർഹതപ്പെട്ടവരെയും കൂടി ഇല്ലാണ്ടാക്കുന്നത് തെറ്റായിട്ടുള്ളൊരു നടപടിയാണ്. അതിന് നിങ്ങൾ ഈ പറയുന്ന പോലെ ജോർദാനിലും സൈപ്രസിലും ഒക്കെ പോയി MBBS പഠിച്ചിട്ട് ഇവിടെ വന്ന് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എക്സാം എഴുതി ലൈസൻസ് എടുക്കുന്ന ആൾക്കാരെ പോലെ തന്നെ റെഗുലർ പഠിച്ചവരും ഡിസ്റ്റന്റ് പഠിച്ചവരും എല്ലാം തന്നെ ഒരു യൂണിഫോം ഒരു ടെസ്റ്റ്, അത് റിട്ടേൺ മീഡിയം ആകാം, കമ്പ്യൂട്ടർ ബേസ്ഡ് ആകാം, പേപ്പർ പെൻ ബേസ്ഡ് ആകാം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂസ് ആകാം, അല്ലെ മൾട്ടി ലെവൽ റൗണ്ട്സ് ആകാം. അത് പാസ് ഔട്ട് ആകുന്ന ആൾക്കാർക്കും പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കണം. അതിനകത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കുമല്ലോ 2 മാസം പഠിച്ചവൻ ആരാണ്, 4 വർഷം പഠിച്ചവൻ ആരാണ്, എത്രത്തോളം അറിവ് സ്വായത്തമാക്കിയിട്ടുണ്ട്, എത്രത്തോളം ഇവന് പ്രാക്ടിക്കബിലിറ്റി ഉണ്ട്, എത്രത്തോളം സയന്റിഫിക് നോളജ് ഉണ്ട്, എത്രത്തോളം ആർട്ടിസ്റ്റിക് നോളജ് ഉണ്ടെന്നുള്ളത്. സയൻസ് ഷുഡ് ബി learned as an art and art should be learned as science. You should learn art like a science and science like an art. ഇത് ഞാൻ പറഞ്ഞല്ല, വേറെയുള്ള ആരോ പറഞ്ഞതാ. എന്നിട്ട് നിങ്ങൾ പറയുന്നു സൈക്കോളജി അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഹെൽത്ത് സെക്ടറിൽ വരുന്നതിനെല്ലാം പ്രാക്ടിക്കബിലിറ്റി സയന്റിഫിക് ഇതില്ല, അതുകൊണ്ട് ഞങ്ങളിത് മാറ്റുവാണ് എന്ന് പറയുന്നതിനകത്ത് എന്ത് അസംബന്ധമായിരിക്കും അത്.
നമ്മുടെ കൂട്ടത്തിലും രാമാനുജന്മാർ കാണും, നമ്മുടെ കൂട്ടത്തിലും ഫാരഡേകൾ കാണും, നമ്മുടെ കൂട്ടത്തിലും ഈ പറയുന്നത് പോലെ ഡവിഞ്ചികൾ കാണും. പക്ഷേ അവരൊക്കെ ഇപ്പം ജോലികളുടെ ഇടയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ അടുക്കളയിൽ പാത്രം കഴുകുമായിരിക്കാം, ഇല്ലെങ്കിൽ 2-3 ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കാം, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് യാത്ര കിടക്കലായിരിക്കാം, എന്തിനു പറയണം ഹോസ്പിറ്റലിൽ കിടക്കൽ പോലും ആയിരിക്കാം. ഇവർക്ക് ഇങ്ങനെ റെഗുലർ ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്. UGC അംഗീകൃതമായിട്ടുള്ള ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നോക്കി അതിൻ്റെ വരുംവരാഴികൾ ഓർത്ത് പഠിക്കാൻ കയറുമ്പോൾ പോലും അനിശ്ചിതാവസ്ഥയുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ സിസ്റ്റം എന്തുമാത്രം തരം താണുക. പലരുടെയും കഷ്ടപ്പാടിൻ്റെ കഥകളെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ ഭ്രാന്താണോ? ഒരു ജോലി ആയില്ലേ, ഒരു സ്റ്റേബിൾ ഇൻകം ഇല്ലേ, കുടുംബമായില്ലേ, ഇനി എന്തിനാണ് ഇങ്ങനത്തെ ഒരു പാഷൻ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോലി കിട്ടി കുടുംബസ്ഥനായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുടുംബസ്ഥയായി കഴിഞ്ഞു കഴിഞ്ഞാൽ മരണത്തെ കാത്തു കിടക്കുക, സ്വപ്നം കാണേണ്ട കാര്യമില്ല. അത് തന്നെ വീണ്ടും നമ്മുടെ ബ്യൂറോക്രാറ്റിക് സിസ്റ്റം പറയുകയാണ്, അല്ലെങ്കിൽ ഗവേണൻസ് പറയുകയാണ്. അത് ഐറണി. ഈ പറയുന്ന പോലെ കോവിഡ് ഉണ്ടായിരുന്ന സമയത്ത് 2020 സാഹചര്യം അതായിരുന്നത് കൊണ്ട് ഡിസ്റ്റന്റ്, അതായത് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ വളരെയധികം ശക്തമായിരുന്നു. പല MBBS തൊട്ട് എഞ്ചിനീയറിംഗ് തൊട്ട് പല 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 എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും റിസോർട്ട് ചെയ്തത് ഓൺലൈനായിരുന്നു. ഇപ്പം ഓൺലൈൻ പറ്റത്തില്ല, അത് സയന്റിഫിക് അല്ല എന്ന് പറയുന്നതിനകത്ത് എന്ത് ന്യായമുള്ളത്? സാഹചര്യം, ആ സാഹചര്യത്തിൽ നിൽക്കുന്ന പലരും ഇന്നും ഉണ്ട്. സാഹചര്യങ്ങളുടെ കൂച്ചുവിലിങ്ങിൻ്റെ ഇടയ്ക്ക് ശ്വാസം മുട്ടി നിൽക്കുന്ന പലരും ഇന്നുണ്ട്. അവർക്ക് ചെറിയൊരു ശ്വാസവായു കിട്ടുന്ന ഇതുപോലത്തെ ഡിസ്റ്റന്റ് യൂണിവേഴ്സിറ്റികൾ, ഇഗ്നോ പോലത്തെ ഡിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി, ജെയിൻ പോലത്തെ ഡിസ്റ്റന്റ് യൂണിവേഴ്സിറ്റികൾ ചെയ്യുമ്പോഴത്തേക്കാണ്. അതും നിങ്ങൾ ശ്വാസം മുട്ടിക്കാൻ ഉള്ള കാര്യങ്ങൾ നീക്കുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ടോ, നിങ്ങൾ കോഴ്സ് റദ്ദാക്കുന്നതുകൊണ്ടോ, സർട്ടിഫിക്കേഷൻ്റെ വാല്യൂ പിൻവലിക്കുന്നതുകൊണ്ടോ അവർക്ക് ഐഡന്റിറ്റി നഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ അവർ നേടിയെടുത്ത അറിവ് ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് അറിവ് പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. അത് അറിവിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് അതിൻ്റെ അർഹതയുള്ളത്. അതെന്തുമാത്രം വൃത്തിയായിട്ട് പ്രാക്ടിക്കബിളായിട്ട് എന്തുമാത്രം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന പാകത്തിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള ആൾക്കാർക്കാണ് അതിൻ്റെ അർഹതയുള്ളത്. അല്ലാതെ അധികാരവർഗം അംഗീകാരം കൊടുത്തേക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല. ഈ പറയുന്ന പോലെ എമ്പുരാനകത്ത്, സൂപ്പർമാനകത്ത്, മാൻ ഓഫ് സ്റ്റീലിനകത്തൊക്കെ പറഞ്ഞ പോലെ പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. അധികാരത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ മല്ലു ഓൾട്രീഗോ, ഒരു മലയാളിയുടെ അപര വ്യക്തിത്വം. സൈക്കോളജി എന്ന് പറയുന്നത് ഐഡന്റിറ്റിയുടെ ഭാഗമായി മാറിയ ഒരു അപര വ്യക്തിത്വം. നിങ്ങളിത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് ന്യായമുണ്ടെന്നുണ്ടെങ്കിൽ, ഈ നിയമത്തിൽ ഭേദഗതികൾ വരുത്തണമെങ്കിൽ വരുത്താനുള്ള ഭേദഗതി ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ പറയുന്ന പോലെ സേഫ് ഗാർഡ് ചെയ്യാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കോമൺ എക്സാം അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ പഠിച്ചിറങ്ങുന്ന ആൾക്കാർ, അത് റെഗുലർ ആയിക്കോട്ടെ ഡിസ്റ്റൻ്റ് ആയിക്കോട്ടെ, ആർക്കാണെങ്കിലും ഈ പറയുന്നത് പോലെ അവരുടെ നോളജ് അളക്കാനും ആഴം അറിയാനും സയൻറ്റിഫിക്കലി കേപ്പബിൾ ആണോ എന്നറിയാനും ടൂൾസ് അറിയാമോ എന്നറിയാനും ഒക്കെ ഒരു ടെസ്റ്റ് ചെയ്യുക. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആകാം, പേപ്പർ പെൻ ബേസ്ഡ് ആകാം, ഇൻ്റർവ്യൂസ് ആകാം, എന്തു ആയിക്കൊള്ളട്ടെ. അതിന് അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുപോകുക. അതല്ലാതെ ഒന്നടങ്കം ഇതങ്ങ് അടച്ചു പൂട്ടിയേക്കാം എന്ന് പറയുന്നത് തെറ്റാണ്. നിങ്ങൾക്ക് 2 മാസം 3 മാസം കോഴ്സ് ചെയ്തിട്ട് പ്രൊഫഷണലി ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഈ വ്യാജ സൈക്കോളജിസ്റ്റുകളെ ആണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ സ്പെസിഫിക്കലി അവരെ ടാർഗറ്റ് ചെയ്യും. ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് അഹോരാത്രം പണിയെടുത്ത് രാത്രി പകലാക്കി വർക്ക് ചെയ്ത് കുടുംബത്തിൻ്റെയും ജോലിയുടെയും എല്ലാത്തിൻ്റെയും ഇടയ്ക്കൂടെ ചെയ്യുന്ന ആൾക്കാരെ അല്ല ക്രൂശിക്കേണ്ടത്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് മല്ലു ഓൾട്രീഗോ സൈനിങ് ഓഫ്. സ്പോട്ടിഫൈയിലാണ് നിങ്ങളിത് കേൾക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് അവിടെ എനിക്കൊരു കമൻറ്റ് ചെയ്യുക, റിവ്യൂ ചെയ്യുക. നിങ്ങളിത് ഇൻസ്റ്റഗ്രാമിൽ റീലായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഫോളോ മീ ആൻഡ് ഇത് വാലിഡ് കണ്ടന്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.